കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗം. സാമ്പത്തിക മേഖലയിൽ കേന്ദ്ര നയങ്ങൾ വെല്ലുവിളിയാകുന്നുവെന്ന് വിമർശനം. GST നഷ്ടപരിഹാരം ഇല്ലാതായതും ഗ്രാന്റ് തുകയുടെ കുറവും സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി. പ്രതിസന്ധിയെ മറികടന്നും സംസ്ഥാന സർക്കാർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്നും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കി. Government emphasizes maintaining fiscal deficit targets while ensuring adequate capital expenditure, aligning with the national fiscal priorities and reducing interest payments as debt levels decline. Kerala's share in the central divisible pool has steadily declined from 3.875% during the 10th Finance Commission to 1.925% under the 15th Finance Commission. The cessation of GST compensation and revenue deficit grants, coupled with restrictive conditions on centrally sponsored schemes and new borrowing constraints, have posed significant fiscal challenges for my government. Counteracting the union government's emphasis on promoting state capital expenditure, my government has submitted the above request to the union government and remains optimistic that it will receive favorable consideration. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷീജ, ഗവർണർ നടത്തിയ നയപ്രഖ്യാപനത്തിൽ ഏറ്റവും പ്രസക്തമായ ഭാഗം എന്ന് തോന്നുന്നത് കേന്ദ്ര സർക്കാർ എടുക്കുന്ന നയങ്ങൾ കേരളത്തെ എങ്ങനെ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളതാണ്. 10ാം ധനകാര്യ കമ്മീഷനിൽ നിന്നും 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് എത്തുമ്പോൾ കേന്ദ്രത്തിനുള്ള വിഹിതം വെട്ടിക്കുറച്ചത് കൃത്യമായി എടുത്തു പറയുകയാണ് ഗവർണർ. ഒപ്പം തന്നെ വായ്പാ പരിധി വെട്ടിക്കുറച്ച അടക്കമുള്ള കാര്യങ്ങൾ, GST നഷ്ടപരിഹാരം ലഭിക്കാത്ത അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടി. ഒപ്പം തന്നെ നവകേരളത്തിനുള്ള നയമാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആദ്യ പ്രസംഗത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തത്. എന്താണ് കൂടുതൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? തീർച്ചയായും സിജു, ഏതായാലും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം അത് 1 മണിക്കൂറും 57 സെക്കൻഡുമാണ് നീണ്ടുനിന്നത്. ഇതിൽ പ്രധാനമായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ 2 മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രത്തിൻ്റെ നയങ്ങൾ അത് ഏത് രീതിയിലാണ് കേരളത്തെ ബാധിക്കുന്നത് എന്ന കാര്യം തന്നെയാണ് എടുത്തു പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടാണ്. കാരണം കേന്ദ്രത്തിൻ്റെ നയങ്ങൾ വലിയ തോതിൽ വെല്ലുവിളിയാകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള കാര്യം തന്നെയാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്. സാമ്പത്തിക മേഖലയിൽ കേന്ദ്ര നയങ്ങൾ വലിയ വെല്ലുവിളിയാകുന്നു. ഇതിൽ പ്രധാനമെന്ന് പറയുന്നത് GST നഷ്ടപരിഹാരം ഇല്ലാതായതും അതിനൊപ്പം തന്നെ ഗ്രാന്റ് തുകയുടെ കുറവും ഇത് രണ്ടും സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടന്നും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് സംസ്ഥാന സർക്കാർ എന്നുള്ള കാര്യവും അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഊന്നി പറയുകയും ചെയ്തു. കടമെടുപ്പ് പരിധിയിലെ കുറവടക്കം സാരമായ രീതിയിലാണ് സംസ്ഥാനത്തെ ബാധിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ മറ്റൊന്ന് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടാണ്. സംസ്ഥാനത്തിൻ്റെ നിർണായകമായ മുന്നേറ്റം തന്നെയാണ് ഈ തുറമുഖത്തിൻ്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിൻ്റെ കാര്യത്തിൽ അത് വായ്പയായി മാറ്റിയെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് റീപേയ്മെൻറ്റ് പുനഃപരിശോധിക്കണം എന്നുള്ളത് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം സർക്കാരിന് ഇത് വലിയ സാമ്പത്തിക ഭാരമാണ് ഉണ്ടാക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അത്തരത്തിൽ ഒരാവശ്യം സംസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വിഴിഞ്ഞം പദ്ധതി പൂർണ്ണമാക്കുവാൻ കേന്ദ്ര സർക്കാരിനോട് 5000 കോടി രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇതിനു പുറമെ നവകേരള നിർമ്മാണത്തിലേക്ക് ഏത് രീതിയിലാണ് കേരളം മുന്നോട്ട് പോകുന്നത് എന്നതിൽ ഊന്നി തന്നെയായിരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിലുടനീളം കാര്യങ്ങൾ വിശദീകരിച്ചതും. സിജു.